കേസിൽ എഫ്ഐആർ അവിടെ അത് എഴുതിയിട്ടില്ല സാർ. എഴുതിയിട്ടില്ലേ? അവരെ അറസ്റ്റ് ചെയ്തിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ സാർ. അപ്പൊ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നുമില്ലേ? ഞാനപ്പോ ലീവിലായിരുന്നു. പ്രശ്നമുണ്ടായതിന്റെ പിറ്റേന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ വരുമ്പോ ഇവരിവിടെ സുഖമായിട്ടുണ്ട്. ഞാൻ കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു. ഓഹോ, അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിപ്പിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ജോലി. ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ തല്ലരുത്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരോ സാറേ. പിന്നെ ഉള്ളവരാരാ? എല്ലാത്തിനും ഉണ്ടായിരുന്നവരാരാ? മാറ്റണ്ട. സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പിൽ കിടന്ന് വെന്തു നൂറുന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും. സാറ് കൂടെ ഞങ്ങൾ തല്ലരുത്. സ്വന്തം ഭാര്യയുടെ ശവശരീരം ഒന്ന് അടക്കം ചെയ്യാൻ പോലും കഴിയാത്തവരാണ് ഞാൻ. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നും അറിയില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാമെന്ന്. പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. 12 വയസ്സ് പോലും തൊഴിലെടുക്കണ കയ്യ സാറേ ഇത്. കള്ളം പറഞ്ഞ കടലമ്മ പോലും പൊറുക്കൂല തരണം മനസ്സായത്. ഞങ്ങളുടെ മനസ്സിൽ ജാതി ബോധം ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ, പിരിച്ചു കളഞ്ഞു. ഓമന കടപ്പുറം സ്വർഗായിരുന്നു. ഞങ്ങളുടെ കൊച്ചു സ്വർഗം, കൊച്ചു സ്വർഗം, കൊച്ചു